ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യമാണ്. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിലെത്തും വരെ ആഹാബിന് മുൻപായി ഓടി. കർമ്മേൽ പർവ്വതത്തിൽ നിന്ന് ആഹാബിന് മുൻപായി ഇസ്രായേൽ വരെ ഓടുവാനുള്ള ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കരം ഏലിയാവിന്മേൽ വന്നു എന്നാണ് ഈ വചനത്തിലൂടെ നാം വായിച്ചത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, 1 രാജാക്കന്മാരുടെ പുസ്തകം 17-18 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇസ്രായേലിൽ ഒരു പ്രവാചകൻ എഴുന്നേൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടം വരെ 16-ാം അധ്യായം വരെ ഒരു ഏലിയാവിനെ നമുക്ക് കാണുന്നില്ല. പെട്ടെന്ന് 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ാം വാക്യത്തിൽ തന്നെ പറയുകയാണ്, എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. എത്ര ധൈര്യത്തോടെ ഒരു കൊട്ടാരത്തിൽ കടന്നു ചെന്നിട്ട് ഒരു രാജാവിൻ്റെ മുൻപിൽ നിന്ന് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം കൊടുത്ത ധൈര്യമാണ്, ദൈവം കൊടുത്ത ബലമാണ്. ആ ബലത്തോടെയാണ്, ആ ധൈര്യത്തോടെയാണ് ഒരു രാജാവിൻ്റെ മുൻപിൽ ചെന്ന് നിന്ന്, ഞാൻ പറഞ്ഞല്ലാതെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, താൻ പറയുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേര് കൊണ്ടാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ദൈവത്തിൻ്റെ വാക്കിൽ, ആമേൻ ഹല്ലേലൂയ, ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുവാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു വരുവാൻ ഇടയായിത്തീരും. ഇവിടെ ഏലിയാവിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു. ദൈവം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു, ദൈവം തന്നെ സൂക്ഷിച്ചു, ദൈവം തന്നെ ഒളിപ്പിച്ചു വെച്ചു. ദൈവം തക്ക സമയത്ത് തനിക്ക് ആഹാരം കൊടുത്തു, കാക്കയെ കൊണ്ട് ആഹാരം കൊടുത്തു, വിധവയെ കൊണ്ട് പോറ്റുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്ക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, 3 സംവത്സരക്കാലം മഴയില്ലാതെ അവിടുത്തെ രാജാവും അവിടുത്തെ കൊട്ടാരത്തിലുള്ളവരും അവിടെയുള്ള ജനങ്ങളും കന്നുകാലികളുമെല്ലാം അവിടെ ക്ഷാമം കൊണ്ട് വലയുവാനിടയായിത്തീർന്നു. ദൈവത്തിന് കരുണ തോന്നി. ദൈവം തൻ്റെ ഭക്തനോട് പറയുകയാണ്, ഏലിയാവിനോട് പറയുകയാണ്, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്ക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഹല്ലേലൂയ, ദൈവം പറയുന്നത് നാം അനുസരിക്കുമ്പോൾ, ദൈവം പറയുന്നത് അതുപോലെ ചെയ്യുവാൻ തയ്യാറായി തീർന്നാൽ അത്ഭുത പ്രവൃത്തികൾ നടക്കും. അവിടെ എന്ത് സംഭവിച്ചു? 18-ാം അധ്യായത്തിൽ ഏലിയാവ് ആഹാബിനെ തന്നെത്താൻ കാണിക്കുവാൻ വേണ്ടി അവിടേക്ക് കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അവിടെ അനേക ബാലിൻ്റെ പ്രവാചകന്മാരും അനേക അശേര പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. ഇസബേലിൻ്റെ കൂടെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അനേക പ്രവാചകന്മാർ. എന്നാൽ ദൈവത്തിന് സകലത്തിൻ്റെ പുറകിലും ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് ചിലത് ഏലിയാവിലൂടെ കർമ്മേലിൻ്റെ പർവ്വതത്തിൻ്റെ മുകളിൽ ചെയ്യുവാനുണ്ടായിരുന്നു. അവിടെ ദൈവം പ്രവർത്തിച്ച വിധങ്ങളെ നമുക്കൊന്ന് കാണുവാനായിട്ട് കഴിയും. 18-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയാണ്, ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ആരിത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിൻ്റെ പിതൃഭവനുമത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ.
പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ബാൽവിഗ്രഹങ്ങളെ സേവിക്കുന്ന ഒരു കൂട്ടം ജനവും അവൻ്റെ ഹല്ലേലൂയ രാജാവും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം അവിടെ ഏലിയാവിനെ ഉപയോഗിക്കുകയാണ്. ദൈവം ഏലിയാവിനെ കർമ്മേലിൻ്റെ മുകളിലേക്ക് അയച്ചിട്ട് അവിടെ സകല പ്രവാചകന്മാരെയും അവിടെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം പദ്ധതി ഒരുക്കി. ദൈവം അവിടെ ചിലത് ചെയ്തു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അവിടെ ഏലിയാവിലൂടെ ദൈവം ചില അത്ഭുത പ്രവർത്തികൾ ചെയ്തു. ചിലരെ ദൈവത്തിന് ഹല്ലേലൂയ ഛേദിച്ച് കളയണമായിരുന്നു. ബാലിൻ്റെ പ്രവാചകന്മാരെ, അശേര പ്രവാചകന്മാരെ ഛേദിച്ച് കളയണമെങ്കിൽ ധൈര്യമുള്ള ഒരു വ്യക്തിയെ ദൈവത്തിന് ആവശ്യമായിരുന്നു. അതിനുവേണ്ടി ദൈവം ഏലിയാവിനെ അവിടെ ഉപയോഗിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ 18-ാം അധ്യായം ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ 36 മുതലുള്ള ആ വാക്യങ്ങളിലൊക്കെ നാം വായിക്കുമ്പോൾ ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തു ചെന്നു, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ എന്ന് ദൈവത്തോടൊരു അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവസന്നിധിയിൽ നമ്മുടെ ഉള്ള അവസ്ഥ പറഞ്ഞൊന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. അവിടെ ഏലിയാവിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഹല്ലേലൂയ, ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ, നീ ദൈവം തന്നെ. യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചുവന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ ഹല്ലേലൂയ, സമയമൊന്നും മാറിപ്പോയില്ല. പെട്ടെന്ന് തന്നെ ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറവും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ച് കളഞ്ഞു. ദൈവപ്രവൃത്തി നടക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുമ്പോൾ ജനം ഭയപ്പെടുവാനിടയായി തീരും. അവർ കവിണ്ണു വീണു. ജനം അതെല്ലാം കണ്ടിട്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവമെന്ന് പറഞ്ഞു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിന് ചിലത് വെളിപ്പെടുത്തണമെങ്കിൽ, ദൈവത്തിന് ചിലത് പ്രവർത്തിക്കണമെങ്കിൽ ധൈര്യത്തോടെ നിൽക്കുന്ന ചിലരെ ദൈവത്തിന് ആവശ്യമാണ്. ധൈര്യത്തോടെ നിൽക്കുന്നവരെ, ഭയമില്ലാതെ നിൽക്കുന്നവരെ ദൈവത്തിന് ആവശ്യമാണ്. അങ്ങനെ ഏലിയാവിലൂടെ ദൈവം അവിടെ ചിലത് ചെയ്തെടുക്കുവാനിടയായി തീർന്നു. എന്താണ് ഏലിയാവിലൂടെ ദൈവം ചെയ്തത്? ആ അശേര പ്രവാചകന്മാരെയും ബാലിൻ്റെ പ്രവാചകന്മാരെയും 850 പ്രവാചകന്മാരെ അവിടെ ഏലിയാവ് വെട്ടിക്കൊന്നു. കീശോൻ തോട്ടിനരിയെ കൊണ്ടുചെന്ന് അവിടെ വെച്ച് അവരെ വെട്ടിക്കൊന്നു കളയുവാൻ ഇടയായി തീർന്നു. ഇസ്രായേലിലുണ്ടായിരുന്ന സകല പ്രവാചകന്മാരെയും, ബാലിൻ്റെ പ്രവാചകന്മാരെയും അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആഹാബിൻ്റെ കയ്യാൽ അവരെ നശിപ്പിച്ച് കളയണമെന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു, ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ബാൽ വിഗ്രഹങ്ങളെ സേവിപ്പാൻ തക്കവണ്ണം ജനത്തിൻ്റെ ഹൃദയത്തെ മാറ്റിക്കളയുന്ന ഒരു കൂട്ടം ജനങ്ങൾ, ഒരു രാജാവും അവൻ്റെ ഭാര്യയും, അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. അങ്ങനെ ദൈവം പറഞ്ഞതുപോലെ ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വചനത്തിൻ്റെ നിവർത്തിക്ക് വേണ്ടി ദൈവം ഏലിയാവിനെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഏലിയാബ് ആഹാബിനോട് പറയാണ്, നീ ചെന്ന് ഭക്ഷിച്ചു പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ചു പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. എന്നാൽ ആ ഭക്തൻ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു തൻ്റെ ബാല്യക്കാരനോട് ചെന്ന് പറയാണ്, നീ കടലിന് നേരെ നോക്കുക. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ പ്രാർത്ഥന താൻ മുടക്കിയില്ല. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. എന്നാൽ നിന്നിൻ്റെ പ്രാർത്ഥന മുടക്കരുത്. ദൈവപ്രവൃത്തി വെളിപ്പെടുവോളം, ദൈവത്തിൻ്റെ
പ്രവൃത്തി കാണുവോളം, ദൈവത്തിൻ്റെ പ്രവൃത്തി നിവർത്തിക്കപ്പെടുവോളം നാം പ്രാർത്ഥിക്കുന്നവരായി തീരണം. അങ്ങനെ 7-ാം പ്രാവശ്യമോ അവനിതാ കടലിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ കരം വലങ്കരം, വീര്യം പ്രവർത്തിക്കുന്ന വലങ്കരമാണ്. ദൈവത്തിൻ്റെ കരം ഉയർന്നിരിക്കുന്ന വലങ്കരമാണ്. ആ ദൈവത്തിൻ്റെ ശക്തിയാണ് ഹല്ലേലൂയ ഏലിയാവിൻ്റെ മേൽ വരുവാനിടയായി തീർന്നത്. നാം വായിച്ചത് ഇങ്ങനെയാണ്: എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുൻപായി ഓടി. ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വല്ലഭത്വം അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ കരം തൻ്റെ ദാസൻ്റെ മേൽ വന്നപ്പോൾ, ദൈവത്തിൻ്റെ വലിയ ശക്തി തൻ്റെ മേൽ വന്നപ്പോൾ, ആഹാബിൻ്റെ രഥത്തിന് മുന്നേ ഓടുവാൻ തക്കവണ്ണം ദൈവം കൃപ കൊടുത്തു. അനേകം മൈലുകൾ താണ്ടി ഇസ്രായേലിലെത്തും വരെ, ആ കർമ്മേൽ പർവ്വതത്തിൽ നിന്ന് ഇസ്രായേലിലെത്തും വരെ മൈലുകളുണ്ട്. ആ മൈലുകൾ താണ്ടി ഓടുവാൻ ദൈവത്തിൻ്റെ കരം ഹല്ലേലൂയ ഏലിയാവിൻ്റെ മേൽ വരുവാനിടയായി തീർന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ കരം ബലമുള്ള കരമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി നാം കാണണമെങ്കിൽ ആ കർത്താവിൽ നിന്ന് നാം കൃപ പ്രാപിച്ചെടുക്കണം. അവൻ്റെ കരം നമ്മെ ഒന്ന് തൊട്ടാൽ, അവൻ്റെ കരം നമ്മെ ഒന്ന് ബലപ്പെടുത്തുന്ന കരമാണ്. ആ കരം നമ്മുടെ മേൽ ഒന്ന് വന്നാൽ അത്ഭുതങ്ങൾ നമ്മളിലൂടെ ദൈവം ചെയ്തെടുക്കുവാനിടയായി തീരും. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നാം യാചിക്കുന്നവരായി തീരണം. നാം ഹല്ലേലൂയ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ നാം താണിരിക്കുമ്പോൾ, ആ കർത്താവ് പറയുന്നത് പോലെ നാം അനുസരിക്കുമ്പോൾ, തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തുവാനിടയായി തീരും. താണിരിക്കുന്നവരെ ഉയർത്തുന്നവനായ ഒരു ദൈവം, ബലമുള്ള കരം നമ്മുടെ മേൽ വെച്ച് നമ്മെ ശക്തീകരിച്ച് നമ്മെ ബലപ്പെടുത്തി ഉപയോഗിക്കുന്നവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരണം. ഏലിയാവ് ഹല്ലേലൂയ ആഹാബിനോട് പറഞ്ഞു, വലിയ മഴയുടെ മുഴക്കമുണ്ടെന്ന് പറഞ്ഞിട്ട് ഏലിയാവ് അവിടെ വെറുതെ ഇരുന്നില്ല. ഏലിയാവ് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ദൈവം പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവോളം ആ ഭക്തൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ ആ ഭക്തനെയാണ് ദൈവം അരമുറുക്കിയിട്ട് ആഹാബിൻ്റെ രഥത്തിന് മുന്നേ ഓടുവാൻ ശക്തി പകർന്നു കൊടുത്തത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അധികാരം ദൈവം തരുന്ന ദൈവമാണ്. പ്രവൃത്തിയിൽ അവൻ വലിയവനായ ദൈവമാണ്. ആ പവർ ആ ശക്തിയും ആ അധികാരവും നമ്മുടെ മേൽ തന്നിട്ട് ചില അത്ഭുത പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നമ്മെ ഉപയോഗിക്കുവാനിടയായി തീരും. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്. 63-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ദാവീദ് പറയാണ്, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിൻ്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. വലങ്കൈ നമ്മെ താങ്ങുന്ന വലങ്കൈയാണ്. ആ ശക്തി നമ്മുടെ മേൽ പകർന്നു തരുമ്പോൾ നമുക്ക് ധൈര്യം പകരുന്നതാണ്. ആ കരം ഏലിയാവിൻ്റെ മേൽ വന്നപ്പോഴാണ് ആഹാബിൻ്റെ രഥത്തിന് മുൻപേ ഓടുവാനുള്ള ശക്തി ലഭിച്ചത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മാനുഷികമായി നാം നോക്കുമ്പോൾ അസാധ്യമാണെന്നാൽ ദൈവത്തിന് സകലതും സാധ്യമാണ്. ദൈവകരം നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ആളുമാറിയവരെ പോലെ ആയിത്തീരുവാനിടയായിത്തീരും. കർത്താവ് ചില പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്നതാണ്. ഹല്ലേലൂയ ആ ശക്തി തന്ന്, ധൈര്യം തന്ന്, ബലം തന്ന് നമ്മെ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. കർത്താവിനായി നമുക്ക് ജീവിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കർത്താവെ, ഏലിയാവിന് കൊടുത്ത ശക്തി പോലെ, ഏലിയാവിന് കൊടുത്ത ധൈര്യം പോലെ ഞങ്ങൾക്കങ്ങയുടെ കൃപ പകർന്ന് നീ മരുഭൂമി യാത്രയെ ഞങ്ങളെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ ഉയർത്തുവാൻ സഹായിക്കണം. വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകല യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.